അപ്പോൾ വിദ്യാർത്ഥികൾ ഇതാ സംഘത്തെ ജനങ്ങൾ വിദ്യാർത്ഥികളടക്കം സംഘത്തെ നെഞ്ചിലേറ്റി അതിന്റെ അർത്ഥതലങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടാണ് പാടുന്നത് എന്നുള്ളതാണ്. വിദ്യാഭാരതി നയിക്കുന്ന സ്കൂളാണത്. അപ്പോൾ അങ്ങനെ ഉൾക്കൊണ്ട് കുട്ടികൾ പാടുകയാണ് ഉള്ളിൽ നിന്നും എന്നുള്ളതാണ് BJP പറയുന്നത്. അപ്പോൾ ഈ മറ്റു വാദങ്ങൾ മാത്രമല്ല, ഇതാ 2026 കേരള നിയമസഭയിലും അവർ അത് പാടാൻ പോകുകയാണ്. അതായത് ഇവിടെ ഹിന്ദു ദൈവങ്ങളോടോ അല്ലെങ്കിൽ മുസ്ലിം ദൈവത്തോടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ദൈവത്തോടോ ഒന്നും നമുക്ക് ആർക്കും യാതൊരു വിരോധവും ഇല്ല എന്ന് മാത്രമല്ല, അപ്രകാരമുള്ള സങ്കല്പങ്ങളെ ആശയങ്ങളെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് BJPയുടെ നേതാവ് ചർച്ചയെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഈ ഹിന്ദു ദൈവങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് മാറ്റണ്ട. പിന്നെ ഹിന്ദു ദൈവങ്ങൾക്കോ മറ്റേതെങ്കിലും മതത്തിൻ്റെ ദൈവങ്ങൾക്കോ ഒന്നും ഈ വന്ദേ ഭാരതിൽ ഈ പാട്ടുപാടി അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കേണ്ട കാര്യമില്ല. വന്ദേ ഭാരതിൽ ഉണ്ടായ അടിസ്ഥാന പ്രശ്നം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താ? നിങ്ങളിപ്പോഴും പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ പിന്നെ അതിൻ്റെ പരിധിയിൽ വരുന്ന അവകാശങ്ങളുണ്ടെന്നാണ്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാം, എനിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ അവതരിപ്പിക്കാം, എനിക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാം, എനിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണം ഏറ്റെടുക്കാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. രാഷ്ട്രീയ നിലപാടും പൗര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെയുള്ള നിലപാടുകൾ എടുക്കാം. അങ്ങനെ KSRTCയുടെ MDക്കോ റെയിൽവേയുടെ MDക്കോ ദൂരദർശൻ്റെ ഹെഡിനോ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രത്യക്ഷ നിലപാട് അവതരിപ്പിക്കാൻ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ പരിധിയിൽ വരുന്ന സ്വാതന്ത്ര്യമുണ്ടോ? അങ്ങനെ അങ്ങയുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. പിന്നെ സുപ്രീം കോടതിയിൽ ഏതെങ്കിലും ഒരു കേസിൻ്റെ ഭാഗമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡികളുടെയോ അധികാരപ്പെട്ട സ്ഥാപനങ്ങളോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ് ആ അഭിപ്രായം നിയമപരമായിരിക്കണം, നിയമാനുസൃതമായിരിക്കണം. നിയമപരവും നിയമാനുസൃതവുമായി സ്ഥാപനത്തിന് അംഗീകരിക്കപ്പെട്ട റൈറ്റിൻ്റെ ഭാഗമായിരിക്കും. പക്ഷേ ഇതങ്ങനല്ല. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ നിലപാടും വിളംബരം ചെയ്യാനുള്ള വിശാലമായ സ്വാതന്ത്ര്യം കൂടി അതിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസ്തുത വിഷയത്തിൽ നിങ്ങൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നിലനിൽക്കില്ല എന്ന് ഞാൻ ഊന്നിപ്പറയാൻ കാരണം, ഇത് ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായ പാട്ട് ഔദ്യോഗികമായ പ്ലാറ്റ്ഫോമിലൂടെ വിളംബരം ചെയ്യുകയാണ്. അത് പാടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ BJP വരുന്നതിന് മുമ്പ് ഇവിടെ കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നല്ലോ, ദീർഘകാലം കോൺഗ്രസ് ഭരിച്ചിരുന്നല്ലോ. കോൺഗ്രസിൻ്റെ അവരുടെ ഒരു ഔദ്യോഗിക ഗാനം, അവരുടെ ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന ഒരു ഗാനം, അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഗാനം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പോഷക സംഘടനയുടെ ഒരു മുദ്രാവാക്യം, അത് ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാതാവില്ലേ? എല്ലാവർക്കും തുല്യനീതിയും നിയമപരമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പൗരസഞ്ചയവും രാഷ്ട്രത്തിന് തുല്യരാണ് എന്ന് പറയുന്ന അടിസ്ഥാന കാഴ്ചപ്പാട് വയലേറ്റ് ചെയ്യപ്പെടില്ലേ? RSSന്റെ ഗണഗീതം ഇന്ന് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട് അതെല്ലായിടത്തും അവതരിപ്പിക്കപ്പെട്ട് അതിനൊരു ഔദ്യോഗിക പരിവേഷം കിട്ടിയാൽ BJPയുടെ ഗവൺമെന്റ് എല്ലാ കാലവും ഇവിടെ തുടരില്ലല്ലോ. അടുത്തത് BJP മാറും, വേറൊരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരും. ആ രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രൊപ്പഗൻഡ ഇങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ BJP എന്ത് ചെയ്യും? BJPയുടെ അഭിപ്രായം എന്താവും? BJPയുടെ വിമർശനം എന്താവും? അപ്പൊ ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു നിലപാട് പറയണം. പിന്നെ അസിത, ഇത് നമ്മൾ ഒറ്റപ്പെട്ടതാണെന്ന് കണക്കാക്കണ്ട. ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല. ഇപ്പോൾ 2024 ഏപ്രിൽ മാസത്തിൽ എന്താ സംഭവിച്ചത്? ഏപ്രിൽ 4-ന് ദൂരദർശൻ എന്ന് പറയുന്ന ഇന്ത്യയിലൊരു മഹാസ്ഥാപനം അത് കെട്ടിപ്പടുത്തതും അതിനുവേണ്ടി വേർപ്പൊഴുക്കിയതും അതിനെ അധ്വാനിച്ച് ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചതൊന്നും BJP അല്ല. അത് ഈ രാജ്യത്തെ ജനകോടികളുടേതാണ് ദൂരദർശൻ. ആ ദൂരദർശനിൽ രാജ്യത്തെ ഒരു മൂന്നാം കിട പടം, കേരളത്തെ അസഹിഷ്ണുതയുടെയും കേരളത്തെ അപമാനിച്ച ആക്ഷേപിച്ച ഒരു തേർഡ് റൈറ്റ് മൂവി കേരള സ്റ്റോറി കൊണ്ട് പ്രദർശിപ്പിച്ച ഔദ്യോഗിക പ്ലാറ്റ്ഫോമിലൂടെ ഒരു തേർഡ് റൈറ്റ് മൂവി കേരളത്തെ ആക്ഷേപിച്ച പടം ഇവിടെ പ്രദർശിപ്പിച്ചല്ലോ. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം എന്റെയും പ്രധാനമന്ത്രിയാണ്, ഞാൻ BJPയുടെ നേതാവിനെ ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഹോം മിനിസ്റ്ററുടെ ഒരു പ്രഭാഷണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രഭാഷണം, അല്ലെങ്കിൽ ആകാശവാണിയിലെ പ്രധാനമന്ത്രിയുടെ ഒരു ഓഡിയോ, ഇതൊക്കെ രാജ്യത്ത് പിന്നെ പ്രസാധനം ചെയ്യുന്നത് ഞങ്ങൾ എതിരല്ല.
രാജ്യത്തെ ഗവൺമെന്റിന്റെ ഒരു പ്രചരണം, ഒരു അഡ്വർടൈസ്മെന്റ്, ഒരു പ്രസാധനം ഞങ്ങളെതിരല്ല. കാരണം എന്താ, എനിക്കിപ്പോ ശ്രീ നരേന്ദ്രമോദിയോട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അദ്ദേഹം പ്രൈം മിനിസ്റ്ററാണ്, മറ്റ് കേന്ദ്രമന്ത്രിമാരുണ്ട്. അതൊക്കെ അവരുടെ പൊസിഷനാണ്, അവർ ഔദ്യോഗിക പൊസിഷനിലിരിക്കുകയാണ്. ഇവിടെ RSSന്റെ ഗണഗീത എങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള ഒരു സോങ് ആയിട്ട് റെയിൽവേ ഏറ്റെടുക്കും? പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എല്ലാ കാലത്തും BJP ഇവിടെ അധികാരത്തിൽ ഉണ്ടാവില്ല. BJP അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നിന്ന് പോകും. ഈ റെയിൽവേ മേധാവികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ, ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ടല്ലോ. കേരളത്തിന്റെ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അന്വേഷിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചല്ലോ. അപ്പോൾ റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ ഇത്തരം രാഷ്ട്രീയ നിലപാടുകളെ ഔദ്യോഗികമാക്കാൻ ശ്രമിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആൻസറബിൾ ആണ്. അവര് കൃത്യമായ സിവിലും ക്രിമിനലുമായ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും. കർശനമായ നിലപാടുകളും നടപടികളും അതിന്റെ ഭാഗമായി സ്വീകരിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാന പ്രശ്നം, ഇവിടെ വലിയ ഗൂഢാലോചന ഇതിലുണ്ട്. കുട്ടികൾ പാടി എന്നല്ല, കുട്ടികളെ പാടിപ്പിച്ചു. എത്ര ദേശഭക്തി ഗാനമുണ്ട്. ഭാരത സമുദായം ഭാരത സമുദായം ഭാരത സമുദായം വാഴുകവേ എന്ന തമിഴിലുള്ളതുണ്ടല്ലോ. സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര എന്ന ഉറുദുവിലെ ഗാനമുണ്ടല്ലോ. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന മലയാളത്തിലെ പാട്ടുണ്ടല്ലോ. പോരാ നാളിൽ ദൂരം ഉയരട്ടെ എന്ന് തുടങ്ങുന്ന ഗംഭീരമായ ദേശസ്നേഹ പ്രചോദിതമായ പാട്ടുകളുണ്ടല്ലോ. അതൊക്കെയാണ് ദേശസ്നേഹ ഗീതം, അതാണ് ദേശാഭിമാന ഗീതം. ഇത് RSSൽ ശാഖയിൽ അവരുടെ കോൺസ്പിറസി, അവരുടെ ഗൂഢാലോചന സിദ്ധാന്തവും പരിപാടിയും കഴിഞ്ഞ് അവർ പോകുന്ന വഴിയിൽ പാടിക്കൊണ്ടുപോകുന്ന പാട്ട് കുട്ടികളുടെ വായിൽ കുത്തി നിറച്ച് പാടിപ്പിച്ച് അവിടുത്തെ അധ്യാപകർ നടപടി സ്വീകരിക്കണം. കുട്ടികളെ കൊണ്ട് നിർബന്ധിപ്പിച്ച്, മൈനറായ കുട്ടികളെ കൊണ്ട് RSSന്റെ ഇപ്രകാരമുള്ള അവരുടെ രാഷ്ട്രീയ ഗാനം, ആ രാഷ്ട്രീയ ഗാനം ആലപിച്ച് നിർബന്ധിച്ച് ആ കുട്ടികളെ സമ്മർദ്ദത്തിൽപ്പെടുത്തി നിർബന്ധിച്ച് പാടിച്ചതായിരിക്കണം. ഞാൻ കൃത്യമായി അക്കാര്യത്തിൽ ഒരു സംശയം ഉന്നയിക്കുകയാണ്. ഇപ്പോ അസിത പറഞ്ഞു അത് പാടിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോ BJPയിലെ എന്റെ സുഹൃത്ത് പറഞ്ഞ് തെളിവുണ്ടോ എന്നാണ്. ഞാൻ തിരിച്ച് സംശയത്തോടെ ചോദിക്കുകയാണ്. സമ്മർദ്ദപ്പെടുത്തി നിർബന്ധിച്ച് കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് പാടിപ്പിച്ചതല്ല എന്നതിന് തെളിവുണ്ടോ? അപ്പോ ആരോപണം കൃത്യമാണ്, സംശയം കൃത്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. RSSന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയും അവരുടെ രാഷ്ട്രീയ പ്രചരണവും പൊതു സ്ഥാപനങ്ങളുടെ മറവിൽ പാടില്ല. കാരണം നാളെ എന്താ സംഭവിക്കുക? RSSനോട് എതിർപ്പുള്ള സംഘടനകളുണ്ട്. അവർ ഇതേ രീതിയിൽ മറുപടി കൊടുത്താലോ? റെയിൽവേ ട്രെയിനകത്ത് കയറി അവരുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചാലോ, രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചാലോ? ഭൂരിപക്ഷ വർഗീയ സംഘടനയാണല്ലോ RSS. നാളെ മറ്റു വർഗീയ സംഘടനകൾ ഇതിന് കൗണ്ടർ ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ എന്ത് ചെയ്യും? രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? തീവണ്ടി മുറികളിൽ സംഘർഷം ഉണ്ടാവില്ലേ? തീവണ്ടി മുറികളിൽ ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവില്ലേ? അപ്പോ അത്തരം സംഘർഷങ്ങൾ സൃഷ്ടിക്കലാണോ RSSന്റെ ലക്ഷ്യം? എന്റെ സംശയമാണ്.